സോ ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ NCERT 6ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 5 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഷർമെൻറ്റ് ആൻഡ് ലെങ്ത് ഓഫ് മോഷനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ മുഴുവൻ പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് മെഷർമെൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ് മെഷർമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ സിസ്റ്റം, മെഷർമെൻറ്റിനുള്ള ഇൻ്റർനാഷണൽ സിസ്റ്റം അല്ലെങ്കിൽ യൂണിറ്റ്സിനുള്ള ഇൻ്റർനാഷണൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SI യൂണിറ്റ്സ് എന്ന് പറയും. സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്സിൽ പഠിക്കും. തൽക്കാലം നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. SI യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, അപ്പം മെഷർമെൻറ്റ് ഓഫ് യൂണിറ്റ് ആണ്, അല്ലാതെ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്തിനെ പറ്റിയല്ല പറയുന്നത്. മെഷർമെൻറ്റ് ഓഫ് യൂണിറ്റ് ആണ് SI യൂണിറ്റ്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റിൻ്റെ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്, അതേപോലെ വോളിയത്തിൻ്റെ SI യൂണിറ്റ്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സിൻ്റെ യൂണിറ്റും SI യൂണിറ്റുകളും ഉണ്ട്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് ഇവിടെ പറയുന്നത്. അതെന്താണ്? മീറ്ററാണ്. സിമ്പൽ സ്മോൾ ലെറ്റർ M ആണ് കേട്ടോ. ഇനി ഒരു മീറ്ററിനെ എടുത്തിട്ട് നമ്മൾ ഈ 100 ഈക്വൽ ഡിവിഷൻസ് ആക്കി മാറ്റുകയാണ്. ആ ഓരോ 100 ഡിവിഷൻസിനെയും നമുക്ക് ഓരോന്നിനെയും സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു മീറ്ററിൽ 100 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാം. CM ആണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ, സ്മോൾ ആണ് CM എഴുതേണ്ടത്. അടുത്ത നമുക്ക് നോക്കാം. ഇനി ഒരു സെൻറ്റിമീറ്റർ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാം. 10 ഈക്വൽ പാർട്ടായിട്ട് ഫർദർ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഓരോ സ്മോളർ പാർട്സും നമുക്ക് ഒരു മില്ലിമീറ്റർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10 എണ്ണം ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു സെൻറ്റിമീറ്റർ ആവുന്നത്. ഇതിപ്പോൾ ചെറിയ മെഷർമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ സ്കെയിലിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഒരു മില്ലിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വലിയ യൂണിറ്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കിലോമീറ്റേഴ്സിലല്ലേ നമ്മൾ അളക്കുന്നത്. നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എത്ര ദൂരം ഉണ്ടെന്ന് അളക്കുന്ന എളുപ്പമാണോ, അതോ കിലോമീറ്റേഴ്സിൽ അളക്കുന്നതായിരിക്കും എളുപ്പം? ഓബിയസ്ലി കിലോമീറ്റേഴ്സിൽ അളക്കുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ലാർജർ യൂണിറ്റ്സിന് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കിലോമീറ്റർ എത്ര മീറ്ററാണ്? 1000 മീറ്ററാണ്. 1000 മീറ്റേഴ്സാണ് ഒരു കിലോമീറ്റർ. ഒരു മീറ്റർ എത്രയാണ്? 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. ഇനി അടുത്ത ഒരു സെൻറ്റിമീറ്റർ എത്രയാണ്? 10 മില്ലിമീറ്ററാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇഞ്ചിൻ്റെ കാര്യം പറയുന്നുണ്ട്. മറ്റൊരു ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണ് ഇഞ്ച്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഇഞ്ചിൽ നിന്ന് സെൻറ്റിമീറ്ററോട്ട് കൺവേർട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്കവിടെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 1 inch is equal to 2.54 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ ഈ സ്കെയിൽ വെച്ച് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. സ്കെയിലിൻ്റെ കൂടെ പാരലായിട്ട് തന്നെ അത് വെച്ചേക്കണം, അല്ലാതെ സ്കെയിൽ ഇങ്ങനെ ചരിച്ചൊന്നും വെക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കെയിലാണ്. കണ്ടോ, ഇവിടെ ഡോട്ടായിട്ട് കിടക്കുന്നുണ്ടോ? അത് അവർക്ക് ഫീൽ ചെയ്ത് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഡോട്ട്സ്, റേസ്ഡ് മാർക്കിങ്സ് അതിലുള്ളത്. ഓക്കെ, അവർക്കുള്ള ബുക്കും കണ്ടിട്ടുണ്ടല്ലോ, ബ്രെയിൽ എന്ന് പറയും. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഓഫ് ഒരു റൈറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അതാണ് ആ ഒരു സ്കെയിലിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇത് നോക്കാം. യൂണിറ്റ്സ് ഓഫ് ലെങ്ത് സച്ച് എസ് കിലോമീറ്റർ, മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ബിഗിൻ വിത്ത് എ ലോവർ കേസ് ലെറ്റർ. ശ്രദ്ധിച്ചോ നിങ്ങൾ? മില്ലിമീറ്റർ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാവും, സ്മോൾ M വെച്ച് സ്റ്റാർട്ട് ചെയ്യാവും. അതേപോലെ തന്നെ അതിൻ്റെ സിമ്പിൾസ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. ആൻഡ് നെവർ ഫോളോഡ് ബൈ എസ്. അപ്പോൾ KMS കിലോമീറ്റേഴ്സ് എന്ന് ഇങ്ങനെയൊന്നും എഴുതത്തില്ല നമ്മൾ. സെൻറ്റിമീറ്റേഴ്സ് ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. അത് സിസ്റ്റം ഇൻ്റർനാഷണലിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള. അതിൻ്റെ ബേസിസിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നോട്ട് ദാറ്റ് എ ഫുൾ സ്റ്റോപ്പ് ഈസ് നോട്ട് റിട്ടൺ ആഫ്റ്റർ ദ സിമ്പിൾ. സിമ്പിളിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ ഇടത്തില്ല. മീറ്റർ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്പേസ്, ഓൾവേസ് ലീവ് സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ യൂണിറ്റ്. 7 കിലോമീറ്റർ എന്ന് ചേർത്ത് എഴുതാതെ 7 സ്പേസ് കിലോമീറ്റർ ഇങ്ങനെ എഴുതണം.
ഓക്കെ, അത്രേ ഉള്ളൂ മെയിനായിട്ട്. അടുത്ത മെയിൻ സംഭവം ഇവിടെയാണ്. When a distance is stated with respect to fixed object or point, this point is known as reference point. അപ്പോൾ ഇതിനെയാണ് റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. എന്ത്? ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്കൂൾ വരെ പോകണം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോകണം എന്നുള്ള ഈ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് നമുക്ക് റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു കോർട്ട് വരയ്ക്കുകയാണ് അവർ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് റെഫറൻസ് എടുത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരച്ചേക്കുന്നത്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഇതുവഴി. ഓക്കെ, റെഫറൻസ് പോയിൻ്റ് അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് നോക്കാം. An object in motion is said to be in motion if its position changes with respect to the reference point with time. സമയം കഴിയും തോറും, ഇപ്പോൾ ഇത് എ, ഇത് ബി, സമയം കഴിയും തോറും എയിൽ നിന്ന് ബിയിലുള്ള പൊസിഷൻ, ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യണം. അപ്പോൾ എൻ്റെ പൊസിഷൻ ആദ്യം ഇവിടെ ആയിരുന്നു, എയിൽ ബിയിലോട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെയായി, കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെയായി. അപ്പം എൻ്റെ ബോഡിയിൽ മോഷനുണ്ട്. അപ്പോൾ ഈ മോഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഞാനെന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ്. എൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പോയിൻറ്റ്. എ എന്ന് പറയുന്ന റെഫറൻസ് പോയിൻറ്റ്, ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിൻറ്റ്, എയോ ബിയോ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊസിഷൻ മൂവിങ് ആണ്, ചേഞ്ചിങ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ബോഡി എന്ന് പറയുന്ന വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ മോഷൻ. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഓക്കെ, ഇനി അടുത്തത് ദ റെഫറൻസ് പോയിൻ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈഡിങ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് അവർ. അതായത് ദീപ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ദീപയുടെ റെഫറൻസ് പോയിൻ്റ് ദീപ എടുത്തേക്കുന്നത് ഡൽഹിയാണ്. അപ്പോൾ ഡൽഹി വരെയാണ് ദീപയ്ക്ക് പോകേണ്ടത്. പക്ഷെ ദീപയെ തന്നെ റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ബസ്സിലുള്ള മറ്റാരും മോഷനിലാണെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം ദീപയെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ് അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും ടോട്ടലി മൂവ്മെൻ്റ് ഉണ്ട്. കാര്യം എല്ലാവരും ഡൽഹിയിലോട്ട് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് റെഫറൻസ് പോയിൻ്റ് എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. കറക്റ്റ് റെഫറൻസ് പോയിൻ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് മോഷനാണ് വരുന്നത്. എന്താണ് ലീനിയർ മോഷൻ എന്നാണ് പറയുന്നത് ഇവിടെ. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ, അതായത് ഈ കുട്ടി ഈ ബോക്സ് പുഷ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലല്ലേ മൂവ് ചെയ്യുന്നത്, അതിനെയാണ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കയ്യിൽ നിന്ന് അതായത് ഈ ഒരു സാധനം ഡ്രോപ്പ് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്തത്, അത് ലീനിയർ മോഷനാണ്. ഒരേപോലെ മാർച്ച് ചെയ്യുന്നു, അത് ലീനിയർ മോഷനാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി അവിടെ. ഇനി നമ്മൾ സർക്കുലർ പാത്തിലൂടെ ഉള്ളൊരു മോഷനാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു റേസ് ട്രാക്കിൽ ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. അപ്പം ഞാൻ സർക്കുലർ മോഷനിലാണ്. കാര്യം ഞാൻ വീണ്ടും വീണ്ടും സർക്കുലർ പാത്തിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സർക്കുലർ മോഷൻ എന്ന് പറയാം. സിമ്പിൾ. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ് അലോങ് എ സർക്കുലർ പാത്ത് ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ സർക്കുലർ മോഷൻ. സിമ്പിൾ. ഓക്കെ, അടുത്തത് നമുക്ക് ഓസിലേറ്ററി മോഷനും കൂടെ നോക്കാനുണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ് ടു ആൻഡ് ഫ്രോ, അതായത് ഇതൊരു പെൻഡുലമാണ്. ഈ പെൻഡുലം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി, ഈ മോഷൻ നമ്മൾ ടു എന്ന് പറയും. തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ പോയി, ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ പോയതിനെ നമ്മൾ ഫ്രോ എന്ന് പറയും. അപ്പോൾ ടു ആൻഡ് ഫ്രോ, ആ മോഷൻ, അതിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ about some fixed position, its motion is called oscillatory motion. അത്രേ ഉള്ളൂ. ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ. ഓക്കെ, അടുത്തത് ഇഫ് ആൻ ഒബ്ജക്റ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് പാത്ത് ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞത് ഓസിലേറ്ററി മോഷനാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് പീരിയോഡിക് മോഷനാണ്. ഓക്കെ, പീരിയോഡിക് മോഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഇഫ് ആൻ ഒബ്ജക്റ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് പാത്ത് ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം, ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് ആ പാത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്.
ആ മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ സർക്കുലർ മോഷൻ ഇറ്റ് മൂവ്സ് അലോങ് ദ സർക്കുലർ പാത്ത് എഗെയിൻ ആൻഡ് എഗെയിൻ അല്ലേ. ഇപ്പോൾ ഒരു സർക്കുലർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് ആ പാത്തിൽ കൂടെ തന്നെ വീണ്ടും വീണ്ടും മൂവ് ചെയ്യല്ലേ, അതിനെയാണ് അപ്പം നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ആൻ ഒബ്ജക്റ്റ് ഇൻ ഓസിലേറ്ററി മോഷൻ ഓൾസോ റിപ്പീറ്റ്സ് ഇറ്റ്സ് മോഷൻ വൈൽ മൂവിങ് ടു ആൻഡ് ഫ്രോ. അപ്പം നമ്മുടെ സർക്കുലർ മോഷനും പീരിയോഡിക് മോഷനും സർക്കുലർ മോഷനും ഓസിലേറ്ററി മോഷനും രണ്ടും പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ബോത്ത് സർക്കുലർ ആൻഡ് ഓസിലേറ്ററി മോഷൻ ആർ പീരിയോഡിക് ഇൻ നേച്ചർ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, ഒരിടൊന്നും ആലോചിക്കേണ്ടതിനെ പറ്റി. ഓക്കെ, ടൈപ്സ് ഓഫ് മോഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ, സമ്മറിയായി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററും കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. നമ്മുടെ NCERT ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. താങ്ക് യു.